നമസ്കാരം, ഞാൻ ഡോക്ടർ മഞ്ജു വി കെ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, ഉപാസന ഹോസ്പിറ്റൽ, കൊല്ലം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു സുഖപ്രസവത്തിനായി നമുക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്ന വിഷയത്തെ പറ്റിയാണ്. 40 ആഴ്ചയുള്ള ഗർഭകാലത്തെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. അത് ആദ്യത്തെ 3 മാസം ഫസ്റ്റ് ട്രൈമസ്റ്റർ, രണ്ടാമത്തെ 3 മാസം സെക്കൻഡ് ട്രൈമസ്റ്റർ, മൂന്നാമത്തെ 3 മാസത്തെ തേർഡ് ട്രൈമസ്റ്റർ ആണ്. സാധാരണ പണ്ടുള്ളവർ പറയാറുണ്ട്, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ഒരുപാട് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ അബോർഷനായി പോകുന്നു. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2-1, അതായത് 50% പേരും അബോർഷനായി പോകും എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ അറിയുക പോലുമില്ല, അടുത്ത സൈക്കിൾ വരുമ്പോൾ പീരീഡ്സ് ആയി അങ്ങ് പോകും. 15% മാത്രമേ നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. ഇത് പ്രധാനമായും സ്പൊറാഡിക് കോസസ് കൊണ്ടാണ് അബോർഷനായി പോകുന്നത്. അല്ലാതെ റെസ്റ്റ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും കൊണ്ടോ മറ്റ് ടാബ്ലറ്റ്സ് കഴിച്ചത് കൊണ്ടോ ഒന്നും ഈ അബോർഷൻസിനെ തടയാൻ കഴിയില്ല. അപ്പോൾ സുഖപ്രസവം ആഗ്രഹിക്കുന്ന ഗർഭിണി നമ്മൾ ആദ്യത്തെ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ മുതൽ അതിനായി തയ്യാറെടുക്കണം. കൂടുതൽ റെസ്റ്റ് ആദ്യത്തെ 3 മാസം ആവശ്യമില്ല. ഒരുപാട് വെയിറ്റ് എടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ജോലികളും നമുക്ക് ചെയ്യാം. രാത്രി 8 മണിക്കൂർ ഉറങ്ങുകയും പകല് 1 മണിക്കൂർ സാധാ പോലെ ഉറങ്ങേണ്ട ആവശ്യമില്ല, റെസ്റ്റ് എടുക്കാം. ഇങ്ങനെ മാത്രമാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ 3 മാസം നമുക്ക് 1 കിലോ വെയിറ്റും, രണ്ടാമത്തെ 3 മാസം 5 കിലോയും, അവസാനത്തെ 3 മാസങ്ങളിൽ 5 കിലോ, അങ്ങനെ 10 തൊട്ട് 11 കിലോ വെയിറ്റ് മാത്രം കൂടിയാൽ മതി. വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക്, അതായത് BMI കൂടുതലാണെങ്കിൽ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന്റെയും വ്യത്യാസം ഉണ്ടാവും. അതായത് BMI 30-ൽ കൂടുതലുള്ള, കൂടുതൽ തടിയുള്ള ആൾക്കാർക്ക് 5 കിലോ ഒക്കെ മാത്രം ഈ 9 മാസത്തിൽ വെച്ചാൽ മതിയോ. 2 പേർക്കുള്ള ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക. എല്ലാ എക്സസൈസും ചെയ്യാം. ഡെയിലി 30 മിനിറ്റ് നടക്കുക. അപ്പൊ നമ്മളുടെ മസിലുകൾ അല്ലെങ്കിൽ പേശികൾ അയഞ്ഞു വരണം. പിന്നെ ആദ്യത്തെ 3 മാസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ 3 മാസം ഒക്കെ ആകുമ്പോൾ നമുക്ക് പതുക്കെ സ്ക്വാറ്റിംഗ് എക്സസൈസ്, അത് ഇരുന്നിട്ട് എഴുന്നേൽക്കുക, അങ്ങനെ കുറച്ച് എക്സസൈസ് ഒക്കെ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അതെല്ലാം ചെയ്യാം. പിന്നെ അവസാനത്തെ 3 മാസങ്ങൾ ശരിക്കും 36 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ കുഞ്ഞ് വരാനുള്ള തയ്യാറെടുപ്പുകൾ കൂടുതലായി എടുക്കുക. അതായത് കൂടുതൽ എക്സസൈസ് ഒക്കെ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. ആ നിർദ്ദേശിക്കുന്ന എക്സസൈസ് ഒക്കെ ചെയ്ത് എല്ലാ ജോലികളും ചെയ്ത് നമുക്ക് സുഖപ്രസവത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും. 40 ആഴ്ച കഴിഞ്ഞ് ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്ത് 41 ആഴ്ച വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കും പ്രസവത്തിനായിട്ട്. അതുപോലെ തന്നെ എക്സസൈസിനും ജോലിക്കും ഒപ്പം തന്നെ തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് ആഹാര രീതി. പണ്ടുള്ളവർ പറയാറുണ്ട്, അമ്മ 2 പേർക്കുള്ള, അതായത് ഗർഭിണി 2 പേർക്കുള്ള ആഹാരം കഴിക്കണമെന്ന്. പക്ഷെ അത് തെറ്റായ ഒരു ധാരണയാണ്. ഗർഭിണി ആഹാരം കഴിക്കുന്നത് 3 മീൽസും 4 സ്നാക്സും, അതായത് വിട്ട് എല്ലാ 2 മണിക്കൂറിലും എന്തെങ്കിലും കഴിക്കുക. അത് കാലറി പോലെ, അതായത് രാവിലെ നമ്മൾ കഴിക്കുന്നത് എമൗണ്ട് കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കേണ്ട ആവശ്യമില്ല. ഏത്തയ്ക്ക ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഒരു ആഹാരമാണ്. അത് പ്രത്യേകിച്ച് വളർച്ചയ്ക്കൊന്നും ഒരുപാട് സഹായിക്കുന്നില്ല. പിന്നെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് മാത്രം ഒരു ദിവസം കഴിക്കുക. പാല് കുടിക്കുക. മറ്റ് ഒരുപാട് പൊരിച്ച ആഹാരവും ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും ഒരുപാട് കഴിക്കാതിരിക്കുക. എല്ലാം മിതമായ രീതിയിൽ മാത്രം കഴിക്കുക. നമ്മളുടെ വീട്ടിൽ ഉള്ള സാധാരണ ആഹാരം മതിയാവും. പിന്നെ കിഴങ്ങ് വർഗത്തിലുള്ള ആഹാരമൊക്കെ കുറയ്ക്കുക. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, നമ്മളുടെ ആക്ടിവിറ്റിയും ഒക്കെ ഇപ്പോൾ ഒരുപാട് കുറവായതുകൊണ്ട് ആഹാരം കഴിക്കുന്നതനുസരിച്ച് നമുക്ക് അസുഖം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. 30 മിനിറ്റ് നടക്കുകയും എക്സസൈസ് ചെയ്യുകയും ആഹാരം നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്താൽ ഒരു സാധാരണ പ്രസവം വളരെ എളുപ്പം സാധ്യമായി വരും.